രാത്രി ജോലി കഴിഞ്ഞ് വളരെ വൈകിയതുകൊണ്ട് വേഗം നടക്കുകയാണ് അജയൻ. വീട്ടിൽ അനിയത്തിയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് നോക്കി അജയൻ കാണുന്നത് കുറേ അധികം പോലീസ് ഓഫീസേഴ്സ് റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നതാണ്. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ തടഞ്ഞു. അവന്റെ വീട് ഇതുവഴി പോയിട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് വിട്ടില്ല. എന്താണ് പ്രശ്നമെന്നും ചോദിച്ചിട്ടും ആരും പറയുന്നില്ല. അവന്റെ ഭാര്യയും അനിയത്തിയും വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വോക്കി ടോക്കിലൂടെ ആരാ വന്നത് എന്ന് അവൻ ചോദിക്കുന്നത് കേട്ടു. അജയൻ എന്ന് പേരുള്ള ഒരാളാണ് എന്ന് സംസാരിച്ച ആൾ മറുപടി പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്ന് പെട്ടെന്ന് അയാളെ കടത്തിവിടാൻ പറയുന്നത് കേട്ടു. അവർ ബാരിക്കേഡ് തുറന്നു കൊടുത്തു. അജയന്റെ കൂടെ 2 പോലീസ് ഓഫീസേഴ്സും അവനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാതെ അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞതും കുറച്ച് അകലെ നിന്നും കുറെ ആൾക്കാരുടെ ശബ്ദവും തിക്കും തിരക്കും ഒക്കെ അജയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അജയൻ അവിടേക്ക് എത്തിയപ്പോൾ അവന്റെ ഭാര്യയും അനിയത്തിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ മാത്രമല്ല, ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരും അവിടെയുണ്ട്. കൂടെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പോലീസുകാരും ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരും. അവരെയൊക്കെ പോലീസ് ബസ്സിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാണ് അവരെല്ലാവരും. പരിഭ്രാന്തരായി നിൽക്കുകയാണ് ജനങ്ങൾ മൊത്തം. നാട്ടുകാരെ സമാധാനിക്കാൻ പോലീസുകാർ കഷ്ടപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന 2 ഓഫീസേഴ്സും അജയനെ അജയന്റെ വൈഫിന്റെയും അനിയത്തിയുടെയും കൂടെ കൊണ്ട് നിർത്തിയിട്ട് പോയി. അജയൻ കാര്യം എന്താണെന്ന് തിരക്കി. അവന്റെ ഭാര്യ ഭയന്ന് പറഞ്ഞ കാര്യം കേട്ട് അജയൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. ഇന്ത്യയെ മൊത്തം ഭയത്തിലാഴ്ത്തി 27 പേരെ കൊന്നുകളഞ്ഞ സീരിയൽ കില്ലർ. പോലീസ് രാജ്യം മൊത്തം അരിച്ചു പറക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു വിവരവുമില്ലാതെ ഇരുന്ന അയാൾ ഇപ്പോൾ കൃത്യം 6 മാസങ്ങൾക്ക് ശേഷം പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അയാൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആരെയോ ടാർഗറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അവിടെയുള്ള എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അജയന്റെ അയൽപ്പക്കത്തെ 13 വയസ്സുള്ളൊരു കുട്ടി. പോലീസുകാർ ഉൾപ്പെടെ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അവർ കാണിച്ച രേഖാചിത്രത്തിലുള്ള പോലെ ഒരാളെ വെറും 20 മിനിറ്റ് മുമ്പേ അജയന്റെ വീടിന്റെ സമീപം ആ കുട്ടി കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. അവന്റെ വീട് അവരപ്പം തന്നെ സെർച്ച് ചെയ്തെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ വീട് മാത്രമല്ല, ആ ഏരിയ മുഴുവനും പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ് അജയനെയും എല്ലാവരെയും പോലീസുകാർ ബസ്സിൽ കയറ്റി. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അജയന്റെ വീടിന്റെ ലൈറ്റ് ഓൺ ആവുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് പാഞ്ഞു. പോലീസുകാർ അവരെ എല്ലാവരും ബസ്സിൽ കയറ്റി കുറച്ചുപേരെ അവിടെ കാവലും നിർത്തി അജയന്റെ വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിലേക്ക് ഓടിയെത്തിയ പോലീസുകാർ കാണുന്നത് ഒന്നൊന്നായി എല്ലാ ലൈറ്റും ഇപ്പോൾ ഓണായി കിടക്കുന്നതാണ്. അവർ വീട്ടിൽ കയറി സെർച്ച് ചെയ്തു. പക്ഷെ അവിടെയൊന്നും ആരുമില്ല. അവർ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ലൈറ്റിന്റെ സ്വിച്ചൊക്കെ ഓഫ് ആയിരിക്കുന്നു എന്നതാണ്. എല്ലാ സ്വിച്ചും ഓഫ് ആയിരുന്നിട്ട് കൂടി ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഓണാണ്. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. റിമോട്ട് കൺട്രോൾ വഴിയാണ് ലൈറ്റുകൾ ഓണായിരിക്കുന്നത്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും പോലീസുകാരൊക്കെ ആ വീടിന്റെ പുറത്തേക്ക് ഓടി. വീട്ടിൽ നിന്നും ഓടിയെത്തിയ പോലീസുകാർ കാണുന്നത് അവർ ഭയന്നതുപോലെ തന്നെ അവിടെ കാവൽ നിർത്തിയിരുന്ന 3 പോലീസുകാർ നിലത്ത് കിടക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന ഒരാളൊഴിച്ച് ബാക്കി ആരെയും കാണുവാനുമില്ല. അവിടെയുള്ള ഏകയാൾ അജയനാണ്. പക്ഷെ അജയൻ ബോധം കെട്ട് കിടക്കുകയാണ്. കുറച്ചു നേരത്തെ ശ്രമങ്ങൾക്ക് ശേഷം അവർ അജയനെ വിളിച്ചുണർത്തി. എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അജയൻ പറഞ്ഞത് എന്തോ പുക വന്ന് ബസ്സിലാകെ നിറഞ്ഞു, പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നതാണ്. കാവൽ നിർത്തിയിരുന്ന പോലീസുകാരും ബോധം വന്നപ്പോൾ അജയൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. അജയനോട് അവർ വീട്ടിലെ ലൈറ്റ് റിമോട്ട് കൺട്രോൾ വഴി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും എന്ന് അജയൻ മറുപടി പറഞ്ഞു. പോലീസ് വീണ്ടും ഫോഴ്സിനെ ആവശ്യപ്പെട്ടു. ആ ഏരിയ മുഴുവനും അവർ സെർച്ച് ചെയ്തു. ഏകദേശം 70ഓളം പേരെയാണ് കാണാതായിരിക്കുന്നത്, അതും കൺമുന്നിൽ വെച്ച്. ഇതോടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാൾ വെറും ഒരു സീരിയൽ കില്ലർ അല്ല. അങ്ങനെ ഇനി ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടും കാര്യം. പോലീസുകാർ ആവശ്യപ്പെട്ട അനുസരിച്ച് എക്സ്ട്രാ ഫോഴ്സ് വന്ന് അന്വേഷണം നടത്തിയിട്ട് പോലും കാണാതായവരെ കണ്ടുപിടിക്കാൻ കഴിയുകയോ അവർ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ക്ലൂ പോലും അവർക്ക് ആർക്കും ലഭിച്ചില്ല. അജയൻ ഇതേ സമയം പരിഭ്രാന്തരാവാൻ തുടങ്ങിയിരുന്നു. അവന്റെ ഭാര്യയും അനിയത്തിയും ഉൾപ്പെടെയാണ് കാണാതായിരിക്കുന്നത്. അപ്പോഴാണ് ബസ് നിർത്തിയിരുന്ന സൈഡിലേക്കുള്ള ചെറിയ കാട് പോലുള്ള ഭാഗത്തു നിന്നും ഒരു പോലീസുകാരൻ അലറി വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വരുന്നത്. അയാൾ പെട്ടെന്ന് വന്ന് സാർ അവിടെ എന്ന് പറഞ്ഞ് തിരിച്ചോടി. അത് കേട്ടതും കുറെ പോലീസുകാരും അയാളുടെ പുറകെ ഓടി. അവിടെ എത്തിയ പോലീസുകാർ കാണുന്നത് നേരത്തെ രേഖാചിത്രം തിരിച്ചറിഞ്ഞ കുട്ടി ഉൾപ്പെടെ 7 പേര് മരിച്ചു കിടക്കുന്നതാണ്. കാണാതായ 70-7 പേർ. ആ കുട്ടിയുടെ കയ്യിൽ, അതായത് രേഖാചിത്രം പിടിച്ചിരുന്ന അതേ കയ്യിൽ ഒരു പേപ്പർ അവർ കണ്ടു. അത് അവർ എടുത്തു വായിച്ചു. ആ കുട്ടിയുടെ കയ്യിലിരുന്ന പേപ്പറിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ലുക്ക് ടു യുവർ ലെഫ്റ്റ് ഇൻ 3, 2, 1. ബസ് നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നും വലിയ സ്ഫോടന ശബ്ദം.
അവർ തരിച്ചു നിന്നുപോയി. പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഓടി. അവിടെ എത്തിയപ്പോൾ അവർ കാണുന്നത് തകർന്നു കിടക്കുന്ന ഒരു വീടും പോലീസ് ബസ്സുമാണ്. കുറച്ച് ദൂരെയായി അജയൻ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിലും ആ കുട്ടിയുടെ കയ്യിലിരുന്നത് പോലെ തന്നെ ഒരു പേപ്പർ. അതിലെഴുതിയിരിക്കുന്നത് കം സ്ട്രെയിറ്റ് അഹെഡ് 500 meters and I'll be there. പോലീസുകാർ എല്ലാവരും അജയന്റെ കയ്യിലെ നോട്ട് വായിച്ചു. അപ്പോൾ തന്നെ അവിടെയുള്ളൊരു സീനിയർ ഓഫീസർ ചുറ്റുപാടുമുള്ള എല്ലാ ഭാഗത്തു നിന്നും ആ ഏരിയ കവർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഏരിയ മൊത്തം ഒരു സർക്കിൾ പോലെ കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു പോലീസ്. ഒരു വഴിയിൽ കൂടെ പോലും അയാൾ പുറത്ത് കടക്കില്ല എന്ന് ഉറപ്പാണ്. ആ കില്ലർ അയാൾ ഈ നോട്ടിൽ പറഞ്ഞ പോലെ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ച് മുന്നോട്ട് നടന്നു. അവർ നേരെ നടന്നു. അജയനും കൂടെയുണ്ട്. കുറച്ചു ദൂരം പുറകിലാണ്, പക്ഷെ അവന് അവരെ കാണാം. കൂടെ വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും പതിയെ അവൻ അവരുടെ പുറകെ നടന്നു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ദേഹമാകെ വിറയ്ക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ നടന്നു. പോലീസ് അവരുടെ പിസ്റ്റൾ എടുത്ത് കയ്യിൽ പിടിച്ചു. സ്പെഷ്യൽ ഫോഴ്സ് ടീം ഏറ്റവും മുന്നിലായി അവരുടെ ഗൺസ് സ്ട്രെയിറ്റ് പോയിന്റ് ചെയ്ത് നടന്നു. സമയം കഴിയും തോറും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന മട്ടിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് മുന്നോട്ട് നടന്നു. അവർ ഏകദേശം 500 മീറ്റർ ആയപ്പോൾ ദൂരെ ഒരു വണ്ടിയുടെ ലൈറ്റ് അവർ കാണാൻ കഴിഞ്ഞു. അതൊരു പോലീസ് കാറാണ്. ആ വണ്ടിയുടെ തൊട്ടു മുന്നിൽ 2 നിഴലും കാണാനുണ്ട്. അടുത്തടുത്ത് വരും തോറും അവരെ കയ്യും കാലും കെട്ടിയ രീതിയിൽ വണ്ടിയുടെ 2 സൈഡിലായി നിർത്തിയിരിക്കുന്നതാണ് അവർ കണ്ടത്. ആ 2 പേർ വേറെ ആരുമല്ല, അജയന്റെ ഭാര്യയും അനിയത്തിയുമാണ്. അവർ ഏകദേശം അടുത്തേക്ക് എത്തി. ചുറ്റിലും നോക്കിയാണ് അവരുടെ നടത്തം. അടുത്തെത്തി അജയന്റെ വൈഫിന്റെ കയ്യിലെ കയറഴിക്കാൻ പോയപ്പോഴാണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ 2 പേരുടെയും ദേഹത്ത് ബോംബുകൾ. അവർ ശ്രദ്ധിച്ച് കുറെ പണിപ്പെട്ട് അജയന്റെ വൈഫിന്റെ ദേഹത്തെ ബോംബ് ഊരി മാറ്റി. പിന്നെ അവന്റെ അനിയത്തിയുടെയും. പക്ഷേ അനിയത്തിയുടെ ഊരി മാറ്റിയതും ആ കാറിന്റെ ബാക്കിൽ നിന്ന് കുറെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരുടെ ദേഹത്തുണ്ടായിരുന്നത് ബോംബല്ല, ഒരു ആക്ടിവേഷൻ ഡിവൈസ് ആണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ എല്ലാവരും പുറകിലേക്ക് ഓടി. പൊട്ടിത്തെറിയിൽ അവിടെ ഉണ്ടായിരുന്ന വണ്ടി ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചു. അവരടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് പക്ഷെ ആ വണ്ടി മാത്രമല്ല, കാണാതെ പോയ ബാക്കി 50 പേരുടെ ബോഡി കൂടിയാണ്. അതും കൊന്നതോ ഒരർത്ഥത്തിൽ അവർ തന്നെ. അയാൾ അവിടെ ഉണ്ടാവും എന്ന അയാളുടെ വാക്ക് കേട്ടപ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും എടുക്കാൻ അങ്ങോട്ട് പോയത് അബദ്ധമായി എന്ന് പോലീസ് വിശ്വസിച്ചു. കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി. അജയനും വൈഫും അനിയത്തിയും ഇപ്പോൾ വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയാണ്. അവിടെ ആകെ ഇപ്പോൾ മീഡിയ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. കേരളം മൊത്തം ഈ വാർത്ത അറിഞ്ഞു എന്നർത്ഥം. അജയൻ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുകയാണ്. മീഡിയ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ തടഞ്ഞു നിർത്തുന്നു. വൈഫും അനിയത്തിയും അത് നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അജയന്റെ മനസ്സ് വേറെ എവിടെയോ ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവനെ കാണാൻ വന്ന ഒരാളുടെ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുൻപ്, അജയൻ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ കാണുന്നത് വീടിന്റെ പുറത്ത് ഒരാളിരിക്കുന്നതാണ്. പക്ഷെ അന്ന് അവന്റെ വീടിന്റെ പടി കയറി വന്നപ്പോൾ അജയൻ അറിയില്ലായിരുന്നു ഈ രാജ്യം മുഴുവൻ പേടിക്കുന്ന, കണ്ടുപിടിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടും കഴിയാതെ പോയ ഒരാളാണ് ആ ഇരിക്കുന്നതെന്ന്. അജയൻ അടുത്തെത്തിയതും അയാൾ ചോദിച്ചു. അജയൻ 39 വയസ്സ്, ഇവിടുന്ന് കൃത്യം 17.65 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. വൈഫ് അനിയത്തി മാത്രമേ ഉള്ളൂ. അനിയത്തി BCom സ്റ്റുഡൻറ്, ഭാര്യ MBA ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ പോലും ജോലിയൊന്നും ചെയ്യുന്നില്ല. ഏകദേശം 1 വർഷം മുമ്പ്, 289 days ടു ബി പ്രിസൈസ്, അമ്മ, അച്ഛൻ, അനിയൻ എന്നിവർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അജയൻ ഇതൊക്കെ കേട്ട് അന്തം വിട്ടു നിന്നു. അവൻ മറുത്തൊന്നും പക്ഷെ പറയാൻ നിന്നില്ല, കാരണം അയാളുടെ വേഷമാണ്. അയാൾ തുടർന്നു. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാനൊരാളെ കൊല്ലാൻ പോവാണ്, അതിന് നിന്റെ സഹായം എനിക്ക് വേണം. അജയൻ ഒരു നിമിഷം ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഓർത്തുപോയി. പക്ഷെ അയാളെ എതിർത്ത് സംസാരിക്കാനൊന്നും അവന് തോന്നിയതുമില്ല. എന്തോ ഒരു അസ്വസ്ഥത അയാളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവന് തോന്നിക്കൊണ്ടേയിരുന്നു. ഇന്ന് മാർച്ച് 10, കൃത്യം സെപ്റ്റംബർ 10 ഞാനിവിടെ വരും. അന്നിവിടെ വേറെ കുറേ പേരും ഉണ്ടാവും. അന്നും നാളെയും താൻ എനിക്കൊരു സഹായം ചെയ്തു തരണം.
നാളെ താൻ സ്ട്രേറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ ആരെയോ കൊല്ലാൻ പോവുകയാണ്. എൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു എന്ന് പറയണം. അവർ അപ്പോൾ ആളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് ചോദിക്കും. അറിയാം എന്ന് നീ പറയണം. അവർ രേഖാചിത്രം തയ്യാറാക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം താൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്ത സഹായം എന്താണെന്ന് ഞാൻ സെപ്റ്റംബർ 9 വരുമ്പോൾ പറയാം. അയാൾ തിരിച്ചു നടന്നു. അജയൻ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നറിയാതെ അവിടെ തന്നെ നിന്നു. ഗേറ്റ് കടന്നതും അയാൾ തിരിഞ്ഞു നിന്ന് ശബ്ദം താഴ്ത്തി അജയനോടായി പറഞ്ഞു, എന്നെ സഹായിച്ചാൽ സെപ്റ്റംബർ 10 ഇതെല്ലാം അവസാനിക്കും. ഇല്ലെങ്കിൽ സെപ്റ്റംബർ 10 ഞാനിവിടെ വരുമ്പോൾ തനിക്ക് ബാക്കിയുള്ള 2 പേരെ കൂടെ ഞാനെടുക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആരാണ് എന്ന് പറയാതിരിക്കുന്നത് ശരിയാവില്ല. ഇന്നത്തെ പത്രം എടുത്ത് 7-ാം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കൂ. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് പോലെ 27 അല്ല 53 കണക്ക്. ഇത്രയും പറഞ്ഞ് അയാൾ നടന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. അജയൻ അകത്ത് കയറി പത്രമെടുത്ത് 7-ാം പേജിലെ ആ വാർത്ത വായിച്ചു. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ 27 പേരെ കൊന്നുകളഞ്ഞ ദ ഇൻവിൻസിബിൾ കില്ലർ. കുറച്ച് ഒരു വിവരവും ഇല്ലാതെ ആയിട്ട് ഇന്നേക്ക് 1 മാസം. ഇന്നാണ് സെപ്റ്റംബർ 10. 53 പേരുടെ ജീവനെടുത്ത ആൾ. 7 മാസത്തോളമായിട്ട് പോലും ഒരു വിവരവും കിട്ടാതിരിക്കുന്ന ആൾ. അജയന് മാത്രം അറിയാവുന്ന ആൾ. അയാളുടെ 54ാമത്തെ ഇരയെ തേടി എത്തുമെന്ന് അജയനോട് പറഞ്ഞ ദിവസം ഇന്നാണ്. കഴിഞ്ഞ 6 മാസമായി ഉറക്കം നഷ്ടപ്പെട്ട ഒരാളാണ് അജയൻ. മാർച്ച് 10 അയാൾ വന്നപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരാൾ അജയന്റെ കോളനിയിലുള്ള ആരെയോ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു രേഖാചിത്രം തയ്യാറാക്കണം എന്ന് തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കില്ലർ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖമല്ല അജയൻ പറഞ്ഞു കൊടുത്തത്. കണ്ടാൽ ഏകദേശം ആ കില്ലറെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ മുഖം തന്നെയായിരുന്നു. പോലീസിൽ നിന്നും അജയൻ മറച്ചു വെച്ചൊരു ഡീറ്റെയിൽസ് ഉണ്ട്. അത് അന്ന് അയാൾ ഇട്ടിരുന്ന വേഷമാണ്. അതിനെക്കുറിച്ച് പോലീസിൽ പറഞ്ഞാലോ എന്ന് കുറേ പ്രാവശ്യം ചിന്തിച്ചു നോക്കിയിരുന്നു. പക്ഷെ ആ വേഷം ഇട്ട് തന്നെ അജയനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് അതിന് പേടിയുമില്ലെന്നല്ലേ. അതുകൊണ്ട് തന്നെ അജയൻ ഒന്നും പറഞ്ഞില്ല. പോലീസ് കുറെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇത്ര കാലമായിട്ടും ആളെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സെപ്റ്റംബർ 9, അതായത് സെപ്റ്റംബർ 10 ഒരു ദിവസം മുന്നേ അജയനെ കാണാൻ വരും എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ ഇന്നലെ അയാൾ വന്നിരുന്നില്ല. എല്ലാവരും പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇതിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ആ പറയുന്ന ശബ്ദവും ആൾക്കാരൊക്കെ ഓടുന്ന ശബ്ദവും കേട്ടാണ് അജയൻ ഞെട്ടി കണ്ണു തുറന്നു നോക്കുന്നത്. പോലീസ് ബസിന്റെ ഏറ്റവും മുന്നിലായിരുന്ന അജയന്റെ ഭാര്യയും അനിയത്തിയും ഉൾപ്പെടെ അവനെ നോക്കി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവൻ കാണുന്നത്. ഏറ്റവും അവസാനമായി പുറത്തേക്ക് ഓടി ഇറങ്ങിയ അജയൻ കാണുന്നത് ജനങ്ങളെല്ലാവരും ആ ബസിന്റെ അടുത്ത് നിന്ന് ഓടി മാറുന്നതാണ്. അജയന്റെ ഭാര്യയും അനിയത്തിയും അവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടെങ്കിലും 2-3 പോലീസുകാർ അവരെ തടഞ്ഞ് മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. പക്ഷെ അപ്പോഴാണ് അജയന് ആ കേട്ട ശബ്ദം ഓർമ്മ വന്നത്. ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ശബ്ദം. അജയൻ 6 മാസമായി ഭയന്നിരുന്ന അതേ ശബ്ദമാണ് ആ കേട്ടത്. അതെ, അത് അയാൾ തന്നെയാണ്. എല്ലാവരും ഓടിയ വഴിയെ അജയനും ഓടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരാൾ വന്നു. നീ എന്നോടൊരു ചെറിയ തെറ്റ് ചെയ്തു, പറഞ്ഞാൽ അനുസരിക്കണ്ടേ അജയ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും അജയന്റെ ചുറ്റിനും ഒരു പുക വന്നു നിറഞ്ഞു. അത്രയും മാത്രമേ അജയന് ഓർമ്മയുള്ളൂ. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തിനായിരിക്കാം ആ കില്ലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അജയനെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റിൽ അറിയിക്കൂ. കില്ലർ ആ 69 പേരെയും കൊണ്ട് പോലീസ് ബസ്സിൽ നിന്നും ഏകദേശം 500 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരുടെ അടുത്തായി അവരെ നിർത്തി. പെട്ടെന്നാണ് അയാൾ ഒരു ഗണ്ണെടുത്ത് അവർക്ക് നേരെ നീട്ടിയത്. സൈലൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഗൺ. അതിലൊരു ചെറുപ്പക്കാരനോട് എല്ലാവരുടെയും കൈയും കാലും ആ വണ്ടിയിൽ കിടക്കുന്ന കയർ യൂസ് ചെയ്ത് കെട്ടാൻ ആവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ നിങ്ങളിത് എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ചിരിയോടെ അയാൾ മറുപടി പറഞ്ഞു, എടാ മോനെ, നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ. കയറെടുത്ത് കെട്ടാൻ അയാൾ വീണ്ടും ആംഗ്യം കാണിച്ചു. ആ ചെറുപ്പക്കാരൻ കയറെടുക്കാൻ നീങ്ങിയതും അതിൽ 7 പേര് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. കില്ലർ അവരെ വെടിയുതിർക്കാനോ ഒന്നും നിന്നില്ല. വെറുതെ അവരെ നോക്കി ഒന്ന് ചിരിച്ചത് മാത്രം ചെയ്തു. ആ ഓടിപ്പോയവരെ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവരെ കയറുകൊണ്ട് കെട്ടാൻ അയാൾ വീണ്ടും ആ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടു. കെട്ടിക്കഴിഞ്ഞതും ആ കെട്ടിയ ബാക്കിയുള്ള കയറിൽ നിന്ന് ഒരു തുമ്പെടുത്ത് ആ വണ്ടിയുടെ പുറകിലായി അവർ കെട്ടിവെച്ചു.
ആ വണ്ടിയെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ആ 69 പേര്. കെട്ടിക്കഴിഞ്ഞതും അജയന്റെ ഭാര്യയും അനിയത്തിയും മുന്നോട്ട് വാ എന്ന് ആ കില്ലർ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ രണ്ടുപേരും പേടിച്ച് അവിടെ തന്നെ നിന്നു. അവർ മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ട് അജയൻ തന്നെ അവർ രണ്ടുപേരും പിടിച്ച് വണ്ടിയുടെ മുന്നിലായി കൊണ്ടുപോയി നിർത്തി. അവരെ വണ്ടിയുടെ മുന്നിലായി കെട്ടിയിടുകയും ചെയ്തു. ഇപ്പോൾ 60 പേര് പുറകിലും അജയന്റെ വൈഫും അനിയത്തിയും മുൻപിലുമായി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ദേഹത്ത് എന്തോ ബോംബ് പോലെ തോന്നിക്കുന്ന ഒരു ഡിവൈസ് അയാൾ കെട്ടിവയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളുടെ അജയൻ, അവനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഏകദേശം എല്ലാം അവൻ കൃത്യമായി തന്നെ ചെയ്തു. പക്ഷേ അവൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞതിൽ നിന്നൊന്ന് മാറിക്കളഞ്ഞു. അത് പാടില്ലല്ലോ. അത്രയും പറഞ്ഞു കഴിഞ്ഞതും അയാൾ ആ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തു. തിരിഞ്ഞു പോലും നോക്കാതെ ആ 7 പേര് ഓടിയ വഴിയെ ഒരു വല്ലാത്ത ചിരിയോടെ നടക്കുകയും ചെയ്തു. ഏകദേശം ആ പോലീസ് ബസ് കാണാവുന്ന രീതിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ താഴെയായി ആ 7 പേരും മരിച്ചു കിടക്കുന്നുണ്ട്. അവർക്കുള്ള കെണി അയാൾ നേരത്തെ കരുതി വെച്ചിരുന്നു എന്നർത്ഥം. ആ ബോഡികളിൽ 7 നോക്കി അയാൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. അയാൾ കയ്യിൽ കരുതിയിരുന്ന ഒരു പേപ്പർ എടുത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്കായി നോക്കി പറഞ്ഞു, നീയല്ലേ നേരത്തെ എൻ്റെ മുഖം കണ്ട് തിരിച്ചറിഞ്ഞത്? അതും കൃത്യമായിട്ടല്ലാതെ എഴുതിയിരുന്ന രേഖാചിത്രത്തിൽ നിന്ന് പോലും നീ എന്നെ തിരിച്ചറിഞ്ഞു. അപ്പം നീ തന്നെ ഇതും അവർക്ക് കാണിച്ചു കൊടുത്തേക്ക്. അത്രയും പറഞ്ഞു കഴിഞ്ഞതും അയാളെ പോലീസ് ബസ്സിൻ്റെ അടുത്തേക്ക് ഓടി. സാർ അവിടെ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. അലറി വിളിച്ചുകൊണ്ട് ഓടി വന്ന അയാളുടെ കൂടെ കുറച്ച് പോലീസുകാരും അയാൾ വന്ന വഴിയെ തിരിച്ചു ഓടി. അവിടെ എത്തിയ പോലീസുകാർ കാണുന്നത് കില്ലർ അവരുടെ മുൻപിൽ വെച്ച് കൊണ്ടുപോയ 69 പേരിൽ 7 പേര് മരിച്ചു കിടക്കുന്നതാണ്. അവർക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും കില്ലർ വെച്ച ലെറ്റർ കിട്ടുന്നു. ദൂരെ പോലീസ് ബസ്സിന് അടുത്തായി നിന്നിരുന്ന അജയൻ എങ്ങനെ അയാളുടെ ഫാമിലിയെ കണ്ടെത്താം എന്ന ചിന്തയിലായിരുന്നു. അപ്പോൾ കില്ലർ അയാൾ എവിടേക്കായിരിക്കും അവരെ കൊണ്ടുപോയത് എന്നാണ് അജയൻ ആലോചിക്കുന്നത്. ഇത്രയും പേരെ പോലീസിനെ മൂക്കിൻ തുമ്പത്ത് വെച്ച് എങ്ങനെ കൊണ്ടുപോയി എന്നാണ് ചിന്തിക്കുന്നത്. കാരണം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം അജയൻ്റെ കയ്യിലുണ്ട്. വേറെ ആർക്കും അറിയാത്ത, അജയനും അയാൾക്കും മാത്രം അറിയുന്ന ഉത്തരം. പക്ഷേ കുറ്റബോധം അജയന് താങ്ങാവുന്നതിനും അപ്പുറമായിട്ടുണ്ടായിരുന്നു. എല്ലാം താൻ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവൻ വിശ്വസിച്ചു. കില്ലർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ രേഖാചിത്രം ഒരു ചെറുപ്പക്കാരൻ്റെ പകുതി കൊടുത്തിരുന്നെങ്കിൽ അയാൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഭാര്യയെയും അനിയത്തെയും അയാൾ ചുടില്ലായിരുന്നു. പെട്ടെന്നാണ് അവിടെ കിടക്കുന്ന പോലീസ് ബസ്സും അജയൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു വീടും ചെവി തുളച്ചു പോകുന്ന ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്നത്. അജയൻ ആ ഇമ്പാക്റ്റിൽ തെറിച്ച് ദൂരെ പോയി വീണു. വേദന കൊണ്ട് അവൻ പൊളഞ്ഞു പോയി. അവൻ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്ത് നിലത്ത് വീഴുന്നത്. അപ്പോഴേക്കും പോലീസുകാരൻ ഓടി അവിടേക്ക് എത്തിയിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും ആ നോട്ട് പോലീസുകാർ വാങ്ങി വായിച്ചു. അതിൽ കൊടുത്തിരിക്കുന്ന പോലെ അവർ എല്ലാവരും അതിൽ പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കുന്നതാണ്. അവിടെ എത്തി അവർ കാണുന്നത് അജയൻ്റെ വൈഫിനെയും അനിയത്തിയുമാണ്. അവർ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ബോംബ് പോലത്തെ ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങിയപ്പോൾ അടുത്തായി നിന്നിരുന്ന അജയൻ്റെ സൈഡിലേക്ക് ഒരാൾ വന്ന് കില്ലർ. അയാൾ അജയനോട് പറഞ്ഞു, ഈ ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്താൽ നിന്റെ വൈഫും അനിയത്തിയും രക്ഷപ്പെടും. പക്ഷേ ബാക്കിയുള്ള 60 പേരും ഡീആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വൈഫും അനിയത്തിയും ആയിരിക്കും മരിക്കുന്നത്. എന്ത് വേണം എന്ന് തീരുമാനിക്കും. അജയൻ അയാളോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാനല്ലേ ഇഷ്ടം? എനിക്ക് ഇതാണ് ഇഷ്ടം. അതേ കുടുംബങ്ങൾ കരയുന്നത് കാണുന്നത്. സമയമില്ല, നീ തീരുമാനിക്കും. ഇത്രയും പറഞ്ഞ് അയാൾ അജയൻ്റെ സൈഡിലായി അജയനെ തന്നെ നോക്കി നിന്നു. പോലീസുകാർ ആ ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ശ്രമവും തുടർന്നുകൊണ്ടിരുന്നു. അത് ഡീആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ കുടുംബം അവസാനിക്കും. ഡീആക്ടിവേറ്റ് ചെയ്താലോ 60-ലേറെ പേര് മരിക്കും. ഒരു മനുഷ്യനും കടന്നു പോകാൻ പാടില്ലാത്തൊരവസ്ഥയിലൂടെ അജയൻ കടന്നു പോയിക്കൊണ്ടിരുന്നു. അത് നോക്കി അയാൾ അജയൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അജയൻ്റെ മുഖത്തെ വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ നോക്കി നിന്നു. അയാളുടെ ലക്ഷ്യം നിറവേറിയതുപോലെ. 60 പേരുടെ ജീവൻ തൻ്റെ ഒരു കയ്യിലും സ്വന്തം കുടുംബത്തിൻ്റെ ജീവൻ മറു കയ്യിലും ഇരിക്കുന്നു. തൊട്ടടുത്തായി നിന്ന് ഈ രാജ്യത്തെ ദ മോസ്റ്റ് വാണ്ടഡ് ഇൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ദ ഇൻവിൻസിബിൾ കില്ലർ അയാൾ കണ്ണുപോലും ചിമ്മാതെ അവനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ പോലീസ് നിൽക്കുന്നുണ്ട്.
അവരോട് കില്ലർ ഇയാളാണ് എന്ന് വിളിച്ചു പറയണം എന്ന് അവന് തോന്നിയെങ്കിലും അതിനുള്ള ധൈര്യം അവനുണ്ടായില്ല. സത്യത്തിൽ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പോലീസിനോട് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയും അനിയത്തിയും രക്ഷപ്പെടും, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മരിക്കും. ഇതേ സമയം പോലീസുകാർ ഏകദേശം അജയൻ്റെ വൈഫിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കില്ലർ വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു, 30. അയാൾ അജയനെ നോക്കി. അയാൾ അപ്പോൾ എന്തോ പറയാൻ തുടങ്ങിയതും അജയൻ 2 കണ്ണും അടച്ചു. അവൻ തീരുമാനമെടുത്തതുപോലെ. കില്ലർ അത് കണ്ട് അയാളുടെ വിജയം പൂർണ്ണമായതുപോലെ പുറകിലേക്ക് അജയനെ നോക്കി നടന്നു മറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ അജയൻ്റെ അനിയത്തിയെയും അവൻ രക്ഷപ്പെടുത്തി. ആ 2 ഡിവൈസും അവരുടെ ദേഹത്ത് നൂരി മാറ്റിയപ്പോൾ തൊട്ടു പുറകിൽ നിന്ന് കുറേ ബീപ്പ് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടു തുടങ്ങിയതും പോലീസുകാരെല്ലാം ആ കാറിൻ്റെ ഭാഗത്തു നിന്നും ദൂരേക്ക് ഓടി. 2 കണ്ണും അടച്ചു തന്നെ നിന്നിരുന്ന അജയൻ്റെ വൈഫ് വലിച്ച് പോലീസിൻ്റെ പുറകെ ഓടി. പുറകിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഒരു തവണയല്ല, കൃത്യം 60 തവണ. പോലീസുകാർക്ക് ഓരോ ശബ്ദവും അവരുടെ മിഷൻ പാളിപ്പോയി എന്ന് അവരോട് വിളിച്ചു പറയുന്നതായി തോന്നി. അജയൻ്റെ ഭാര്യയും വൈഫയും തകർന്നു പോയിരുന്നു. കാരണം ആ 60 ശബ്ദം 60 മനുഷ്യർ പൊട്ടിത്തെറിച്ച ശബ്ദമാണ് എന്ന് അവർക്കും അറിയാമായിരുന്നു. സമയം കടന്നുപോയി. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അവിടെ ചുറ്റും നോക്കിയാലും ആ സ്റ്റേറ്റിലെ പോലീസ് മൊത്തം അവിടെ ഉണ്ടെന്ന് തോന്നും. മിലിറ്ററിയും മീഡിയയും ഒക്കെ അവിടെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കാര്യം അറിഞ്ഞുവെന്നർത്ഥം. വീടിൻ്റെ വരാന്തയിൽ ഇരുന്നിരുന്ന അജയൻ ചുറ്റും കാണുന്ന വീടുകളിലേക്ക് നോക്കി. അതൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ താമസിച്ചിരുന്ന ഓരോ മനുഷ്യരും ഒരർത്ഥത്തിൽ താൻ കാരണം ഇപ്പോൾ ജീവനോടെ ഇല്ല. അജയൻ അപ്പോഴാണ് മനസ്സിലായത്, ആ കില്ലർ ഒരാളെ ടാർഗറ്റ് ചെയ്തല്ല അവിടെ വന്നത്. അങ്ങനെയാണ് അയാൾ പറഞ്ഞതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന 60 പേരും ആ ടാർഗറ്റ് തന്നെയായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ കിക്ക് മാത്രമായിരുന്നു അജയൻ. അജയൻ്റെ പേടിയും ഭയവും കാണുമ്പോൾ അയാൾക്കുണ്ടാവുന്ന സന്തോഷം, അത് മാത്രമായിരുന്നു അജയന് അയാൾ. അതിന് മാത്രമാണ് അജയനെ അയാൾ യൂസ് ചെയ്തത്. കില്ലറുടെ 53 എന്ന കണക്ക് അയാൾ അഭിമാനത്തോട് അജയനോട് വന്ന് പറഞ്ഞിരുന്ന കണക്ക് അജയൻ കാരണം തന്നെ 120ലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മരിച്ച 67 പേരും അജയൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നവരാണ്. അവരുടെ ജീവൻ താൻ കാരണമാണ് നഷ്ടപ്പെട്ടത് എന്ന് അജയൻ അവൻ്റെ മനസ്സിലോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഭാര്യയും അനിയത്തിയും തൊട്ടടുത്തായി പോലീസുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പോലീസ് ഓഫീസേഴ്സിനെ അവരുടെ വീടിന് മുന്നിൽ കാവലും നിർത്തിയിട്ടുണ്ട്. പോലീസ് അവിടുന്ന് മാറാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരാൾ ഗേറ്റ് കടന്ന് അജയൻ്റെ അടുത്തായി വന്നിരുന്നത്. അയാൾ അജയനോട് സംസാരിച്ചു തുടങ്ങി. 67 പേര് പോയാൽ ഇപ്പോൾ എന്താ? നിനക്ക് നിന്റെ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? അതല്ലേ വലുത്. എന്ത് ചെയ്യാനാ അജയ? വെറുതെ അങ്ങ് കയറി ചെന്ന് കൊല്ലുന്നതിനൊന്നും ഒരു ത്രില്ലില്ല. ബാക്കിയൊക്കെ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ബുദ്ധിമുട്ടിച്ചതിന് സോറി. ഓ പിന്നെ മരിച്ചവരൊക്കെ ആയിട്ട് നിനക്ക് നല്ല ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. സോറി ഫോർ യുവർ ലോസ്. ഇത്രയും പറഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. അജയൻ അപ്പോൾ മാത്രമാണ് തലതിരിച്ച് ആ കില്ലറിനെ നോക്കുന്നത്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അടുത്തെത്തിയ ആൾ കില്ലറിനോട് പറഞ്ഞു, സാർ ആവശ്യപ്പെട്ടതുപോലെ അജയൻ്റെ വീട്ടിൽ 3 ഓഫീസേഴ്സിനെ പ്രൊട്ടക്ഷന് നിർത്തുന്നുണ്ട്. അത്രയും പറഞ്ഞ് ആ ഓഫീസർ ഒരു സല്യൂട്ടും കൊടുത്തിട്ട് തിരിച്ചു നടന്നു. കില്ലർ അജയനെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, പ്രൊട്ടക്ഷൻ എന്തായാലും വേണം. ഇനിയെങ്ങാനും ആ കില്ലറിന് നിങ്ങളെ കൊല്ലാൻ തോന്നിയാലോ? ചിരിച്ചുകൊണ്ട് പോലീസ് യൂണിഫോമിൽ അയാൾ നടന്നകന്നു.